എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു RKPSC മാജിക്. ഞാൻ കൃഷ്ണ രജി. നിങ്ങൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് മാത്സ് ആണ്. മാത്സിൽ നമ്മൾ കൂട്ടുപലിശയും പലിശയും ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം നേരെ ക്ലാസ്സിലോട്ട് പോകാം, പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. അപ്പം എല്ലാവരും മറക്കരുത്, ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ അതെന്താണെന്ന് നോക്കാം. ഇതിലാകെ ഒരു ഇക്വേഷനേ ഉള്ളൂ, I=P/N/R. I = P/N/R. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ മുതൽ. നമ്മൾ എത്ര രൂപയാണോ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എത്ര രൂപയാണോ ആർക്കെങ്കിലും കടം കൊടുക്കുന്നത് അതാണ് മുതൽ. നമ്മളെ കയ്യിലുള്ള പൈസയാണ് മുതൽ. ഇനി നമ്പർ ഓഫ് ഇയേഴ്സ്, നമ്മൾ എത്ര വർഷത്തേക്കാണോ ഇടുന്നത് അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് നമ്മൾ എത്ര ശതമാനം പലിശയ്ക്ക്, അപ്പം 100 രൂപയ്ക്ക് ഇത്ര രൂപ എന്ന് കണക്കിൽ. ഇപ്പം 10% എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 10 രൂപയാണ്. അപ്പോഴും നമ്മൾ ഇതിൽ എഴുതുമ്പോൾ 100ൽ 10 10/100 എന്നായിരിക്കും നമ്മൾ ഇക്വേഷനിൽ ആറിന് പകരം എഴുതി ചെയ്യുന്നത്. അപ്പോഴും നമുക്കൊരു കണക്ക് നോക്കാം. 8000 രൂപ 15% പലിശ സാധാരണ പലിശ നിരക്കിൽ 8 വർഷത്തേക്ക് പിച്ചാൽ കിട്ടുന്ന പലിശ എത്ര? ഈ ചോദ്യം തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. കിട്ടുന്ന തുക എത്രയെന്നും ചോദിക്കും. പലിശ ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ പഠിച്ച ഇക്വേഷൻ വെച്ച് I=P/N/R എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യുക. I എന്ന് വെച്ചാൽ സാധാരണ പലിശയാണ്, P നമ്മുടെ തുക മുതലാണ്, 8000 രൂപ എന്നുള്ളതാണ് P. N നമ്പർ ഓഫ് ഇയേഴ്സ് 8 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ സാധാരണ എത്ര പലിശ നിരക്ക്, അത് 15%. നമ്മൾ ഈ 15% എഴുതുമ്പോൾ 100 രൂപയ്ക്ക് 15 രൂപ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 8000 രൂപയ്ക്കാണ് കാണേണ്ടത്. അപ്പോൾ 100ൽ 15 അല്ലെങ്കിൽ 15/100 എന്ന് എഴുതണം. നമ്മൾ നേരെ ഇക്വേഷനിൽ കൊടുക്കുമ്പം I = 8000 × 8 × 15/100. അപ്പോൾ അതിൻ്റെ ആദ്യം ആ 8000ൻ്റെ 2 പൂജ്യവും 100ൻ്റെ 2 പൂജ്യവും നമ്മൾ വെട്ടിക്കളയും. അപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 80 × 8 × 15 80 × 8 × 15 എന്നുള്ളതാണ് കിട്ടുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 9600 എന്ന് കിട്ടും. ഇവിടെ നോക്കൂ, തുകയേക്കാൾ കൂടുതലാണ് പലിശ. കാരണം 15% പലിശയുണ്ട്, 8 വർഷത്തേക്കാണ്. അപ്പോൾ ഇതൊരു 6 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ ഇരട്ടിയാവും. 6-7 വർഷം ആകുമ്പോഴത്തേക്കും അത് ഇരട്ടിയാവും. അതുകൊണ്ടാണ് 9600 നമുക്ക് പലിശയായിട്ട് കിട്ടിയത്. ഇനി പലിശയാണ് 9600. അതിൻ്റെ ആകെ തുക ചോദിച്ചാൽ 8000 കൂടെ ഈ 9600ൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ നമുക്ക് 17600 എന്ന് കിട്ടും. അപ്പം ഇനി നമുക്ക് തുക കാണാനുള്ള ഒരു കണക്ക് ചെയ്യാം. രാജു 10000 രൂപ ബാങ്കിൽ നിന്നും 8% സാധാരണ പലിശ നിരക്കിൽ വായ്പ എടുത്തു. 5 വർഷം കഴിഞ്ഞ് എത്ര രൂപ ബാങ്കിൽ അടയ്ക്കേണ്ടി വരും? അതാണ് ചോദ്യം. I=P/N/R നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. P 10000, N 5, R എന്ന് പറയുന്നത് 8/100 ആണ്. ഇനി I = നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുകയാണ് 10000 × 5 × 8/100. നമ്മൾ 10000ൻ്റെ 2 പൂജ്യവും 100ൻ്റെ 2 പൂജ്യവും വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് 100 × 5 × 8 എന്ന് കിട്ടും. അത് നമ്മൾ ചെയ്യുമ്പം 4000 ആണ് ആൻസർ. അപ്പോൾ പലിശ 4000, പലിശ ഇനത്തിൽ മാത്രം 4000 അടയ്ക്കണം. 5 വർഷം കഴിഞ്ഞ് ബാങ്കിൽ എത്ര അടയ്ക്കേണ്ടി വരുമെന്നാണ്. അപ്പോൾ നമ്മൾ അടയ്ക്കേണ്ട തുക മുഴുവനും കാണണം. അപ്പോൾ 10000 + ഈ 4000 പലിശ, അപ്പോൾ നമുക്ക് 14000 രൂപയെന്ന് കിട്ടും. ഇതാണ് ബാങ്കിൽ മൊത്തം അടയ്ക്കേണ്ട തുക. 14000 ആണ് ഇവിടെ ആൻസർ. സാധാരണ പലിശയെന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ I=P/N/R അത് മാത്രം കണ്ടാൽ മതി. എന്നാൽ അടയ്ക്കേണ്ട തുക അല്ലെങ്കിൽ കിട്ടുന്ന മുഴുവൻ തുക എത്ര എന്നൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പലിശ കൂടെ തുകയുടെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അടുത്ത കണക്ക്, മനു 5000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. 4 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് 6600 രൂപ കിട്ടിയെങ്കിൽ പലിശ നിരക്ക് എത്ര? അപ്പോൾ നമ്മൾ അതിൽ I = P/N/R എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് I എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. I എന്ന് പറയുന്നത് നമുക്ക് മുഴുവനായും കിട്ടിയ തുക 6600 രൂപ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മുതൽ
നമുക്ക് ഐ എന്ന് പറയുന്ന ആ അത്രയും 4 വർഷം കൊണ്ട് കിട്ടിയ അദ്ദേഹത്തിൻ്റെ പലിശ മാത്രമാണ് നമുക്ക് ഐ. അപ്പോൾ ആ ഐ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുതൽ ഈ അദ്ദേഹത്തിന് മുഴുവനായും കിട്ടിയ 6600 രൂപയിൽ നിന്ന് മുതലായിട്ടുള്ള 5000 രൂപ നമ്മൾ കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് സാധാരണ പലിശ, ആ പലിശ കിട്ടുന്നത്, ഐ എന്നുള്ളത് കിട്ടുന്നത്. അത് 1600 ആണ്. അപ്പോൾ അദ്ദേഹത്തിന് 1600 രൂപ പലിശ ഇനത്തിൽ കിട്ടും. മുതലായിട്ടുള്ള 5000 കൂടെ ചേർത്താണ് 6600 രൂപ കിട്ടുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മറന്നു പോകരുത്. ചിലപ്പോൾ മറന്നു പോയി കഴിഞ്ഞാൽ കണക്കെല്ലാം തെറ്റും. അപ്പോൾ പി നമുക്കുണ്ട് 5000, n = 4, 4 വർഷം ആണ്. 6 ആണ് നമുക്ക് പലിശ നിരക്ക്. 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ പുതിയ ഇതിൽ ഇനി ഡിഗ്രി ലെവൽ എക്സാമും കൂടെ മലയാളത്തിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സും അതുപോലെ ഇംഗ്ലീഷും കൂടെ ചേർത്ത് പറയേണ്ട കാര്യമില്ലായിരിക്കും. എന്നാലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ശരിയാക്കി എഴുതുമ്പം ഈ വിലയെല്ലാം നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ 5000 × 4 × 6/100 = 1600 എന്ന് കിട്ടും. ഇനി നമ്മൾ 6 മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോഴും നമുക്ക് കിട്ടുന്നത് 6 = 1600 × 100 / 5000 × 4 എന്നാണ്. അത് നമ്മൾ ഇതിൽ എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ ഹോൾ ഡിവൈഡഡ് ബൈ എഴുതാൻ പറ്റില്ല. അപ്പോഴും 1600 × 100 ദ ഹോൾ ഡിവൈഡഡ് ബൈ 5000 × 4. അപ്പോൾ നമ്മൾ ഒരു സമത്തിന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറുമ്പം ഇപ്പം ഇവിടെ എല്ലാം ഓപ്പോസിറ്റായിട്ട് മാറും. ഇപ്പോൾ കൂട്ടുകയാണെങ്കിൽ അത് കുറയ്ക്കുന്നതായിട്ട് മാറും, ഗുണിക്കുകയാണെങ്കിൽ ഹരിക്കുന്നതായിട്ട് മാറും, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താണ് ഡിവിഷനായിട്ട് മാറും, ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും, അഡിഷൻ ആണെങ്കിൽ സബ്സ്ട്രാക്ഷനായിട്ടും, സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ അഡിഷനായിട്ട് മാറും. കൂട്ടുക എന്നത് കുറയ്ക്കുകയായിട്ടും, കുറയ്ക്കുന്നത് കൂട്ടുന്നതായിട്ടും, ഹരിക്കുക എന്നത് ഗുണിക്കുകയായിട്ടും, ഗുണിക്കുന്നത് ഹരിക്കുന്നതായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് 100 മാത്രമാണ് ഹരിക്കുന്നതായിട്ട് സമത്തിന് ഇപ്പുറം ഉള്ളത്. അപ്പോൾ അത് 1600 × 100 ആയിട്ട് മാറും. ഈ 5000 × 4 എന്നുള്ളത് നമ്മൾ മുഴുവനായിട്ടും താഴെ കൊണ്ടുവരുമ്പോൾ അത് ഹരിക്കുന്നതായിട്ട് തന്നെ മാറും. അപ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ കിട്ടും? ഇനി 5000-ൻ്റെ 3 0 ഉണ്ട്, 100-ൻ്റെ 2 0 ഉണ്ട്. അപ്പോൾ അതെല്ലാം വെട്ടുക. അപ്പോഴും നമുക്ക് മുകളിൽ 16 × 10 എന്നും താഴെ 5 × 4 എന്നും കിട്ടും. 16-ൻ്റെ 1600-ൻ്റെ 2 0, 100-ൻ്റെ 1 0 നമ്മൾ 5000-ൻ്റെ 3 0-ൻ്റെ കൂടെ വെട്ടിത്തീർത്തു. അപ്പോൾ 16 × 10 / 5 × 4 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 5ഉം 10ഉം ആയിട്ട് വെട്ടാം. അപ്പോൾ 2 കിട്ടും. മുകളിൽ 4ഉം 16ഉം ആയിട്ട് വെട്ടുമ്പോൾ 4 കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്? അപ്പം 4 × 2 8 എന്ന് കിട്ടും. അപ്പോൾ 8% പലിശ നിരക്ക്. അപ്പം നിങ്ങൾക്ക് ഈ കണക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണില്ല. ഈ ഇക്വേഷനിൽ എങ്ങനെ കൊടുക്കുന്നു എന്ന് ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത കണക്ക് നോക്കാം. മീര 15000 രൂപ 8.5% സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. എത്ര വർഷം കഴിഞ്ഞാൽ 7650 രൂപ പലിശ കിട്ടും? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പലിശയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആകെ കിട്ടിയ തുക എന്നല്ല, അതുപോലെ 15000-ന് കുറവാണ്. അപ്പോഴും നമുക്കറിയാം എത്ര രൂപ അത് തന്നിട്ടുള്ളത് പലിശയാണ്. അതായത് ആണ് നമുക്ക് നേരിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണക്ക് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ I = PNR തന്നെ ചെയ്യും. പി നമുക്കുണ്ട്, എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 6 എന്ന് പറയുന്നത് 8.5. ഇത് 2 രീതിയിൽ നമുക്ക് എഴുതാം. R = 8.5. അതിനെ നമുക്ക് ആ പോയിന്റ് മാറ്റി കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ എളുപ്പം കാണുള്ളൂ. അതുകൊണ്ട് 2 ഭാഗത്തും, മുകളിലുള്ള ഭാഗത്ത് താഴെയുള്ള ഭാഗത്തും × 2 എന്ന് ചെയ്യുക. അപ്പോൾ 8.5, അതായത് നിങ്ങൾ എഴുതുമ്പോൾ നേരെ 8.5 ദ ഹോൾ ഡിവൈഡഡ് ബൈ 100 എന്ന് തന്നെ എഴുതുക. അപ്പോൾ 8.5-ൻ്റെ നേരെ × 2 കൊടുക്കുക, 100-ൻ്റെ നേരെയും × 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് 8.5 എന്നുള്ളത് 17 എന്ന് കിട്ടും. താഴെ 2 × 100 അത് അങ്ങനെ തന്നെ ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് വെട്ടി ചെയ്യാൻ എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ദശാംശ സംഖ്യയെ നമ്മൾ ചെയ്യും പോലെ ദശാംശ സംഖ്യ കിട്ടുന്നതിന് നമ്മൾ ഹരിക്കുന്നത് എങ്ങനെയാണ്? 8.5 എന്നുള്ളതിന് നേരെ അവിടെ ഒരു, അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ × 10 എന്ന് കൊടുക്കും. ആ 10 കൊണ്ട് തന്നെ താഴത്തെ 100-നെയും × 10 എന്ന് കൊടുക്കും. അപ്പോൾ
മുകളിലും താഴെയും വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. അതുപോലെ 2x2 എടുക്കുമ്പോഴും മുകളിലും താഴെയുള്ള വിലയ്ക്ക് വ്യത്യാസം വരാതെ തന്നെ അത് മാറി കിട്ടും. അപ്പോൾ 8.5 എന്നുള്ള × 10 ആകുമ്പോഴത്തേക്കും ആ പോയിന്റ് മാറിയിട്ട് 85 എന്ന് കിട്ടും. താഴെ 1000 കിട്ടും. അപ്പോൾ 100 × 10 അത് അങ്ങനെ തന്നെ ഇട്ടേക്കുക. ഇത് എഴുതുമ്പോൾ n = 7650 × 100 × 10 the whole divided by 15000 × 85 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ 15000ൻ്റെ ആ 3 പൂജ്യം 100ൻ്റെ പൂജ്യവും 100ൻ്റെ പൂജ്യവും 10ൻ്റെ പൂജ്യമായിട്ട് നമുക്ക് വെട്ടാം. അപ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ കിട്ടും? 7650 ഡിവൈഡഡ് ബൈ 15 × 85 എന്ന് കിട്ടും. ഈ 7650ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത്, ഏറ്റവും ലാസ്റ്റ് എഴുതുന്ന ഒറ്റയുടെ സ്ഥാനത്ത്, അതായത് വൺസിൻ്റെ സ്ഥാനത്ത് 0 ആയതുകൊണ്ട് നമുക്ക് 5 വെച്ച് വെട്ടാൻ പറ്റും. അപ്പോഴും നമുക്ക് 1530 എന്ന് കിട്ടും. 85നെ നമുക്ക് 5 വെച്ച് വെട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് 17 എന്ന് കിട്ടും. പിന്നെ അപ്പോഴും നമുക്ക് 1530 ഡിവൈഡഡ് ബൈ 15 × 17 എന്ന് കിട്ടും. നമുക്കിനി അടുത്ത് ഇതിന് 15ഉം ഇതും 1530 നമുക്ക് 5 വെച്ച് വെട്ടാം. അപ്പോൾ നമുക്ക് 306 മുകളിൽ കിട്ടും, താഴെ 3 × 17 എന്ന് കിട്ടും. ഈ 306 അതിൻ്റെ ആ ഇത് കൂട്ടുക, 3ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ 9 ആണ്. 9 എന്ന് പറയുന്നത് 3ൻ്റെ ഒരു ഗുണിതമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് 3 വെച്ച് വെട്ടി ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് 102 ഡിവൈഡഡ് ബൈ 17 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളിൽ നമുക്ക് എന്തായാലും അത് പൂർണ്ണമായിട്ടും പോകും. അപ്പോൾ 7ൻ്റെ ടേബിൾ നമ്മൾ 7ൻ്റെ പട്ടിക പറഞ്ഞു നോക്കുക. അതിൽ ലാസ്റ്റ് 2 എന്ന് വരുന്നത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ 7 × 6 6 7 42 എന്ന് നമുക്ക് കിട്ടും. ആദ്യം അതാണ് കിട്ടുന്നത്. അപ്പോൾ ആ 17ന് ഈ 6 കൊണ്ട് ഗുണിച്ച് നോക്കുക. ഗുണിച്ച് നോക്കുമ്പോൾ 102 കിട്ടുമെന്ന് നോക്കുക. അങ്ങനെ നമ്മൾ ഗുണിച്ച് നോക്കുമ്പോൾ നമുക്ക് 102 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6 വർഷം കൊണ്ട് നമുക്ക് എത്ര കിട്ടും, എത്ര രൂപ പലിശ കിട്ടും? 7650 രൂപ 6 വർഷം കൊണ്ട് പലിശ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ 85 നമ്മൾ 6 എഴുതിയപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 2 രീതിയിൽ എഴുതാം. അപ്പോൾ 2 × 100 വെച്ച് നിങ്ങൾ ചെയ്തു നോക്കുക. 8.5 × 2 താഴെ 100 × 2 അത് വെച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഇതേ സെയിം ആൻസർ 6 എന്ന് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ അതും കൂടെ ചെയ്ത് നോക്കുക. എന്നിട്ട് എളുപ്പം ഏതാണ്, ഓരോരുത്തർക്കും ഓരോ എളുപ്പമല്ലേ. അപ്പോൾ എളുപ്പം ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് അടുത്തുള്ള കണക്കുകൾ ചെയ്യുക. ഇനി ഇരട്ടിക്കുന്ന കണക്കുകളാണ് നമുക്ക് നോക്കാനുള്ളത്. തുക ഇരട്ടിയാകാൻ വേണ്ടിയിട്ട് ആകുമ്പോൾ എന്ന് വെച്ചാൽ ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും, എത്ര ശതമാനം പലിശ വേണം, ഇങ്ങനെയുള്ളത് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഐയും പിയും തുല്യമാകും. അതിൻ്റെ മുതലും അതിൻ്റെ സാധാരണ പലിശയും തുല്യമാകുമ്പോഴാണ് തുക ഇരട്ടിയാകുന്നത്. അപ്പോഴും നമ്മൾ I = PNR എന്ന് എഴുതുമ്പോൾ ഐയും പിയും ഒരുപോലെ ആയതുകൊണ്ട് ഐയും പിയും വെട്ടും. പിന്നെ NR ഡിവൈഡഡ് ബൈ 100 എന്നുള്ള ഒരു ഇക്വേഷനെ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എന്നും ആറും കാണുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് n = 100 ഡിവൈഡഡ് ബൈ ആറും r = 100 ഡിവൈഡഡ് ബൈ n. ഇനി ഇത് 3 ഇരട്ടിയാകാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 2n, 4 ഇരട്ടിയാകാൻ 3n, 5 ഇരട്ടിയാകാൻ 4n, അങ്ങനെ പോകും. അപ്പം നമുക്ക് അതുപോലെ ഒരു കണക്ക് നോക്കാം. ഒരു തുക 12.5% സാധാരണ പലിശ നിരക്കിൽ 3 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്തിനാണ്? 6 ആണ് തന്നിട്ടുള്ളത്. പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് കാണാനുള്ളത് വർഷമാണ്. അപ്പോൾ n ആണ് നമുക്ക് കാണാനുള്ളത്. ഇപ്പോൾ n എന്നാലും 6 എന്നാലും ഇരട്ടിയാകാമെന്ന് ചോദിക്കുമ്പോൾ നേരെ 100 ഡിവൈഡഡ് ബൈ 6 എന്ന് ചെയ്താൽ നമുക്ക് n കിട്ടും. 6 ആണ് കണ്ടുപിടിക്കാനുള്ളത്. 100 ഡിവൈഡഡ് ബൈ n എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ഇപ്പം നമുക്ക് n ആണ് 3 ഇരട്ടി. അപ്പം 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 2n ആണ് നമുക്ക് വേണ്ട. അപ്പോൾ ആദ്യം n കണ്ടുപിടിക്കണം, എന്നിട്ട് 2 × n ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 3 ഇരട്ടി കിട്ടും. അപ്പോൾ നമുക്കിവിടെ 12.5 ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതും? 12.5 ഇൻറ്റു, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. n = 100 ഡിവൈഡഡ് ബൈ r. അപ്പോൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 12.5. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നേരെ മുകളിലൊരു 10 കൊടുത്ത് താഴെ × 10 എന്ന് കൊടുക്കുക. അപ്പോഴത്തേക്കും
നമുക്ക് 1000 ഡിവൈഡഡ് ബൈ 125 എന്ന് കിട്ടും. 1000 ഡിവൈഡഡ് ബൈ 125 എന്ന് കിട്ടുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് കിട്ടും. അപ്പം 125 ഗുണം 2 എന്ന് പറയുന്നതാണ് 250, 250. ഇങ്ങനെ 4 250 ചേരുമ്പോൾ നമുക്ക് 1000 കിട്ടും. 250, 250, 500, വീണ്ടും 250, 750, വീണ്ടും 250 ആകുമ്പോൾ 1000 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോഴും 4 250 ഉണ്ട്, 125 നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത്. അപ്പോൾ 4ൻ്റെ ഇരട്ടി 8 അപ്പോൾ 125 ഇൻറ്റു 8 1000 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇതിന് എന്ത് ചെയ്യണം? 12ഉം 2-1 എന്ന് നമ്മൾ എഴുതണം. 12ഉം 2-1. അപ്പോൾ ഇതൊരു മിശ്ര ഭിന്നമായി. ഇനി ഇതിനെ നമുക്ക് വിഷമ ഭിന്നത്തിലോട്ട് മാറ്റണം. അതായത് 12 ഗുണം 2 അധികം 1 ചെയ്യണം. 12 ഇൻറ്റു 2 പ്ലസ് 1 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 25 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 25 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ 2 എന്നുള്ളത് 25 ഡിവൈഡഡ് ബൈ 2, ആ 2 നേരെ 100ൻ്റെ മുകളിൽ പോയിട്ട് ആ 100ൻ്റെ അടുത്ത് പോയി ഇൻറ്റു 2 എന്നാവും. അപ്പോൾ ഇത് നിങ്ങൾ കണക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 25 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതിൻ്റെ ആ 2 നേരെ 100ൻ്റെ അടുത്ത് ഇൻറ്റു 2 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻറ്റു 2 എന്നായി. അപ്പോഴത്തേക്കും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നേരെ 8 എന്ന് കിട്ടും. 25ഉം 100ഉം കൂടെ വെട്ടുമ്പോൾ 4 എന്ന് കിട്ടും. 4 ഇൻറ്റു 2 8 എന്ന് കിട്ടും. അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ളതെന്ന് അതെടുക്കുക. അപ്പോൾ എന്നാണ് നമുക്ക് കിട്ടിയത്? 8 എന്ന് n ആണ് കിട്ടിയത്. ഇനി നമുക്ക് 3 ഇരട്ടിയാവാൻ 2n കാണണം. അപ്പോൾ 2 ഇൻറ്റു 8 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16 വർഷം കൊണ്ട് ആ തുക 3 ഇരട്ടിയായിട്ട് മാറും. അപ്പോൾ ഈ കണക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും ചെയ്യുക. ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒന്നുകൂടെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ഈ ക്ലാസ് ഇട്ട് കണ്ടു നോക്കുക. അപ്പോൾ മനസ്സിലാവും. നല്ല മനസ്സിലാവുന്ന രീതിയിൽ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത കണക്ക്, അടുത്ത് കൂട്ടുപലിശയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടുപലിശ നോക്കാം. കൂട്ടുപലിശയിൽ പലിശ ഉൾപ്പെടെയുള്ള മുതലാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മൾ സാധാരണ പലിശയിൽ പലിശ മാത്രമായിരുന്നു കിട്ടിയത്. നമ്മൾ പിന്നീട് നമ്മുടെ മുതലിനോടൊപ്പം കൂട്ടുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെയാണെങ്കിൽ നമുക്ക് പലിശ ഉൾപ്പെടെയുള്ള മുതലാണ് കിട്ടുന്നത്. അതിൻ്റെ ഇക്വേഷൻ A 1 + R ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ റേസ് ടു n എന്നുള്ളതാണ്. ഇപ്പം അതിൽ അർദ്ധവാർഷിക പലിശ അല്ലെങ്കിൽ 6 മാസത്തേക്ക് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A P × 1 + R ഡിവൈഡഡ് ബൈ 200 ദ ഹോൾ റേസ് ടു 2n എന്നുള്ളതാണ്. ഇനി 3 മാസത്തേക്ക് അല്ലെങ്കിൽ 1/4 വർഷത്തേക്ക് എന്ന് പറയുകയാണെങ്കിൽ A × P × 1 + R ഡിവൈഡഡ് ബൈ 400 ദ ഹോൾ റേസ് ടു 4n എന്നുള്ളതാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യ ക്വസ്റ്റ്യൻ, 15,000 രൂപ 10% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അപ്പോഴേ നമ്മൾ ആദ്യം A P × 1 + R ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ റേസ് ടു n നമ്മൾ ഇക്വേഷൻ എഴുതി. അതിൽ നമുക്ക് P ഉണ്ട് 15,000, P = 15,000, n = 2, R = 10. നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് 15,000 × 1 + 10 ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ റേസ് ടു 2 എന്ന് കിട്ടും. അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 1 + 10 ഡിവൈഡഡ് ബൈ 100 അതാ ഒരു ബ്രാക്കറ്റിനകത്തുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 110 110 ഡിവൈഡഡ് ബൈ 100 എന്നാണ് കിട്ടുന്നത്. അതെല്ലാവർക്കും അറിയാം. നമ്മളിത് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 × 100 എഴുതും. 1 × 100 അപ്പോൾ 100 എന്ന് തന്നെ കിട്ടും. 100 + ഈ 10 അപ്പോൾ 110 ഡിവൈഡഡ് ബൈ നമ്മുടെ 100 അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 15,000 × 110 ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ എന്നാണ്. അത് നമ്മൾ എഴുതുമ്പോൾ 15,000 × 110 അത് 2 തവണ എഴുതും. 110 ഡിവൈഡഡ് ബൈ 100 × 110 ഡിവൈഡഡ് ബൈ 100 എഴുതും. ഇനി 15,000ൻ്റെ ആ 3 പൂജ്യം ആ താഴെ 2 100 അപ്പോൾ അതിൽ ഒരു 100ൻ്റെ ഒരു 0 ആയിട്ട് വെട്ടാം. 110ൻ്റെ ഒരു 0 ആ താഴെയുള്ള 10ൻ്റെ ഒരു 0 ആയിട്ട് വെട്ടാം. അപ്പോൾ നമുക്ക് 15 ×
11 ഇൻറ്റു 110 കിട്ടും. അപ്പോൾ 18,150 അതായത് 11 ഇൻറ്റു 11 11 ഇൻറ്റു 110 ആദ്യം ചെയ്യും. 11 ഇൻറ്റു 11 121 നമുക്കറിയാം. അതിൻ്റെ കൂടെ ഒരു 0 കൂടെ ഇടുമ്പോഴത്തേക്കും അത് കിട്ടി. ഈ 121ന് 15 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 1815 കിട്ടും. പിന്നെ ഈ 110ൻ്റെ ഒരു 0 കൂടെ ഉണ്ട്, അതുകൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 18,150 കിട്ടും. അതാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. 11 ഇൻറ്റു 11 ചെയ്യുക, അപ്പോൾ 121 നമുക്കറിയാം. ഈ 121 ഇൻറ്റു 15 ചെയ്യുക, അപ്പോൾ നമുക്ക് 1815 കിട്ടും. പിന്നെ ഈ 110ൻ്റെ 0 കൂടെ ചേർക്കുക. ഇവിടെ നമുക്ക് ഇപ്പോൾ കിട്ടിയത് തുക ഉൾപ്പെടെയുള്ള, അതായത് പലിശ ഉൾപ്പെടെയുള്ള മുതലാണ്. നമുക്ക് കൂട്ടുപലിശയിൽ എത്ര രൂപ ആകെ കിട്ടുന്ന തുകയാണ് നമുക്ക് കിട്ടിയത്. ആകെ കിട്ടുന്ന തുക ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് തന്നെ 18,150 എന്നുള്ളത് തന്നെയാണ് ആൻസർ. എന്നാൽ ഇത് ഇവിടെ പലിശയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 18,150 നിന്നും നമ്മൾ മുതലായ 15,000 കുറയ്ക്കണം. അപ്പം നമുക്ക് 3,150 കിട്ടും. അതാണ് പലിശ. 3,150. അടുത്ത കണക്ക് 50,000 രൂപ 21% കൂട്ടുപലിശ നിരക്കിൽ നിക്ഷേപിച്ചപ്പോൾ 73,205 രൂപ കിട്ടിയാൽ എത്ര വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്? ഇതാണ് ക്വസ്റ്റ്യൻ. 50,000 രൂപ 21% കൂട്ടുപലിശ നിരക്കിൽ നിക്ഷേപിച്ചപ്പോൾ 73,205 രൂപ കിട്ടി. എന്നാൽ എത്ര വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്? അപ്പോൾ നമുക്കിവിടെ എ ആണ് തന്നിട്ടുള്ളത് 73,205. നമ്മളതിൽ പി ഉണ്ട് 50,000, ആറുണ്ട് 21%, എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പം 73,205 ഈസ് ഈക്വൽ ടു 50,000 ഇൻറ്റു 1 പ്ലസ് 21 ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ റേസ് ടു n എന്ന് കിട്ടും. ഇനി അടുത്ത് ഈ 1 പ്ലസ് 21 ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ റേസ് ടു n എന്നുള്ള അത് ഒറ്റ പദമാണ്. അതിനെ അവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഈ സമത്തിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ഈ 50,000 സമത്തിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പം 73,205 ഡിവൈഡഡ് ബൈ 50,000 എന്ന് കിട്ടും. അപ്പോൾ 1 പ്ലസ് 21 ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ റേസ് ടു n ഈസ് ഈക്വൽ ടു 73,205 ഡിവൈഡഡ് ബൈ 50, നമുക്ക് 50,000 50,000 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ആ n അപ്പോൾ ഇതിനെ നമ്മൾ വെട്ടി ചെയ്യാം. 73,205 ലാസ്റ്റ് 5ആണ്, 50,000ന് ലാസ്റ്റ് 0 ആണ്. അപ്പം നമുക്ക് 5 വെച്ച് നമുക്കിത് വെട്ടി ചെയ്യാൻ പറ്റും. വെട്ടി ചെയ്യണം, അത് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. അത് വെട്ടി ചെയ്യുമ്പം അപ്പം നമ്മൾ ഈ 1 പ്ലസ് 21 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതിനെ നമുക്ക് ചെയ്യാം. അപ്പോൾ 100 ഇൻറ്റു 1 പ്ലസ് 21, അപ്പം 121 ഡിവൈഡഡ് ബൈ 100. ഇതൊരു ഭിന്നമാണ്, ഭിന്നസംഖ്യ, അത് കൂട്ടണം. അപ്പോൾ നേരത്തെ ഞാൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ 121 ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ റേസ് ടു n എന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ വെട്ടി ചെയ്യുമ്പം 7ൽ 5 ഒരു തവണയാണ്. അപ്പം 2 ശിഷ്ടമാണ്. 2 ഈ 3ൻ്റെ കൂടെ വരുമ്പോൾ 23 എന്ന് വരും. 23ൽ 5 4 തവണ 20 പിന്നെ 3 ബാക്കിയുണ്ട്. അത് 2ൻ്റെ കൂടെ വരുമ്പോൾ 32 ആവും. 32ൽ 6 തവണ, അപ്പോൾ 30. പിന്നെ 2 ഉണ്ട്, പിന്നെ 20, 20ൽ 4, അപ്പോൾ 2 ഈ 0-നുള്ള വരുമ്പോൾ 20 ആവും. 20ൽ 4 തവണ, പിന്നെ 5ൽ 1 തവണ. ഇപ്പം താഴെ നമുക്ക് എളുപ്പമുണ്ട്, 5ൽ 1 തവണ. അത് കഴിഞ്ഞിട്ട് 50,000-ൽ എത്ര 0 ഉണ്ടോ അത്രയും 0 ഇതിൽ എഴുതിയാൽ മതി. 4 0 ഉണ്ട്, അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് 10,000 എന്ന് കിട്ടും. 10,000 എന്ന് കിട്ടും. ഇനി നമ്മളിവിടെ 121 ഡിവൈഡഡ് ബൈ 100, അപ്പോൾ അത് 100 ഈസ് ഈക്വൽ ടു 14,641 ഡിവൈഡഡ് ബൈ ഈ 1000. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് 100 എഴുതി കഴിഞ്ഞാൽ വീണ്ടും 2 0 ഉണ്ട്, അപ്പോൾ 100ൻ്റെ സ്ക്വയറാണ്. 100ൻ്റെ സ്ക്വയറാണ് 10,000. അപ്പോൾ 2 വർഷത്തേക്കാണെന്ന് നമുക്ക് കിട്ടും. ഈസി ആയിട്ട് നമുക്ക് ഈ 0 വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 100 കഴിഞ്ഞിട്ട് എത്ര 0 ഉണ്ട്, അപ്പോൾ അത് വെച്ച് 100ൻ്റെ എത്രാമത് ആണെന്ന് നോക്കുക. ഇപ്പം ഇവിടെ 2 0 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താവും, 100 റേസ് ടു 3 ആവും. ഇവിടെ 4 0 ഉണ്ട്, അപ്പോൾ 100 സ്ക്വയർ, അപ്പോൾ 2 വരും. ഇവിടെ 6 0 ആണെങ്കിൽ അപ്പോൾ 2 0ക്ക് 1 എടുക്കണം, അത് 3 ആവും. അപ്പോൾ 6 0 ഉണ്ടെങ്കിൽ 3 ആവും, 8 0 ഉണ്ടെങ്കിൽ 4 ആവും. അങ്ങനെയാണ് പോകുന്നത്. 10 ആണെങ്കിൽ 5 ആവും. അപ്പോൾ 100 റേസ് ടു 2 ആണ് 10,000.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം 121 മുകളിൽ, അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 14,641 കിട്ടും. അത് സംശയമില്ല. അപ്പോൾ അതങ്ങനെയാണ്. n = 2. അപ്പോൾ ഈ 100ൻ്റെ മാത്രം നോക്കിയാൽ മതി, നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷത്തേക്കാണ്, 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്, അത് കിട്ടി. ഇനി ഇതിൽ വരുന്ന മറ്റൊരു കണക്ക്, അതായത് കൂട്ടുപലിശയും പലിശയും ചേർന്നുള്ള ഒരു ഇക്വേഷൻ വരുന്ന ഒരു കണക്കാണ്. അത് നമുക്ക് നോക്കാം. അടുത്ത കണക്ക് 15,000 രൂപയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 216 രൂപയായാൽ പലിശ നിരക്ക് എത്ര? ഇപ്പോൾ സാധാരണയായിട്ട് ചോദിക്കണമെന്ന് വെച്ചാൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നായിരിക്കും ക്വസ്റ്റ്യൻ. പലിശ നിരക്ക് തന്നിരിക്കും. പിന്നെ നിങ്ങൾക്ക് പലിശ നിരക്ക് കണ്ടുപിടിക്കുക, ഇത് റൂട്ട് എടുത്ത് ചെയ്യണമെന്നുള്ളൊരു കണക്ക്. പലിശ നിരക്ക് കാണാൻ നമ്മൾ റൂട്ട് എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു കണക്കിട്ടത്. അപ്പം 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും, അപ്പോൾ ഇത് 2 വർഷത്തേക്കുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ഓർമ്മിക്കുക. 3 വർഷമോ 4 വർഷമൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കൂട്ടുപലിശയും സാധാരണ പലിശയും കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ കുറയ്ക്കേണ്ടി വരും. വ്യത്യാസമെന്ന് ചോദിക്കുമ്പോൾ അത് തമ്മിലുള്ള കുറവാണ്, അത് കുറയ്ക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഓർമ്മിക്കുക. 1 വർഷമോ 3 വർഷമോ 4 വർഷമോ ഒക്കെ ആണെങ്കിൽ കുറയ്ക്കേണ്ടി വരും. ഇത് 2 വർഷമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇക്വേഷൻ ഇതാണ്. CI അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P × R / 100 ദ ഹോൾ സ്ക്വയർ. P, അപ്പോൾ P അറിയാലോ, നമ്മുടെ മുതൽ. R എന്താണ്, പലിശ നിരക്ക്. അപ്പോഴേ ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് P ഉണ്ട്. P = 15,000. R കണ്ടുപിടിക്കണം. CI മൈനസ് SI നമ്മളിലുണ്ട്. 216 ആണ്. 216 ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഇക്വേഷന് കൊടുക്കുമ്പോൾ 216 = 15,000 × R / 100 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. R / 100 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി R / 100 ദ ഹോൾ സ്ക്വയർ അവിടെ ഇട്ടിട്ട് ബാക്കി നമ്മൾ കൊണ്ടുവരികയാണ്. ആ സമത്തിന് അപ്പുറം ഇപ്പുറം കൊണ്ടുവരികയാണ്. അപ്പോഴേ 216 / 15,000 എന്ന് കിട്ടും. R സ്ക്വയർ / 100 സ്ക്വയർ ആണ് 216 / 15,000. അപ്പോൾ ഈ സ്ക്വയർ എന്നുള്ളത് നമ്മൾ R × R എന്ന് എഴുതി. അപ്പോൾ അത് R സ്ക്വയർ ആണ്. താഴെ 100 × 100 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഈ 100ഉം അപ്പുറത്ത് കൊണ്ടുപോകണം. നമുക്ക് 6 മാത്രമേ ഇവിടെ ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഈ 2 100ഉം കൂടെ അപ്പുറത്ത് പോകുമ്പം 216 × 100 × 100 ഡിവൈഡഡ് ബൈ 15,000 എന്ന് വരും. ഇത് നമ്മൾ വെട്ടി ചെയ്യുമ്പോൾ ഇതിൽ 15,000ൻ്റെ ആ ഒരു 3 പൂജ്യവും 100ൻ്റെ 2 പൂജ്യം, 100ൻ്റെ 1 പൂജ്യവും വെട്ടാം. അപ്പോൾ നമുക്ക് 216 × 10 ഡിവൈഡഡ് ബൈ 15 എന്ന് കിട്ടും. അപ്പം നമ്മളത് മുകളിലുള്ള 10ഉം താഴെയുള്ള 15ഉം നമുക്ക് 5 വെച്ച് വെട്ടാം. അപ്പോൾ താഴെ 3ഉം മുകളിൽ 2ഉം എന്ന് കിട്ടും. അപ്പോൾ 216 × 2 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ 216 നമ്മൾ ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. അതിൻ്റെ ആ അക്കങ്ങൾ, അതായത് 216 2ഉം 1ഉം 6ഉം കൂടെ കൂട്ടുമ്പം നമുക്ക് എത്ര കിട്ടും? 6 1 7 2 9. ഈ 9 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാണ്. അതായത് 3 9. 3 × 3 ആണ് 9. അപ്പോൾ 3ൻ്റെ ഗുണിതമായതുകൊണ്ട് 216നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 216 ചെയ്യുമ്പോൾ നമ്മൾ 21ൽ 7 തവണ, 6ൽ 2 തവണ, അപ്പോൾ 72. 72 × 2 എന്ന് നമുക്ക് കിട്ടും. 72 × 2 114 ആണ്. അപ്പോൾ R സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയത് 114. ഇനി നമ്മൾ 6 കണ്ടുപിടിക്കാൻ √114 എടുക്കുക. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ 12% പലിശ നിരക്ക്. അപ്പോൾ ഈ കണക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായവരും ഇഷ്ടപ്പെട്ടവരും ഒക്കെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അടുത്ത വീഡിയോ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. നമുക്ക് അതുകൂടെ നോക്കാം. ഞാൻ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആദ്യം, അതായത് 1 വർഷത്തേക്കാണെങ്കിൽ കൂട്ടുപലിശയും സാധാരണ പലിശയും തുല്യമായിരിക്കും. അത് നിങ്ങൾ ഓർമ്മിക്കുക. അതായത് കൂട്ടുപലിശയിൽ നമ്മൾ 2ാമത്തെ വർഷം നോക്കുമ്പോൾ ഈ ആദ്യത്തെ വർഷത്തെ പലിശയും കൂടെ 2ാമത്തെ വർഷം ആഡ് ചെയ്ത് വരും, കൂട്ടി വരും. അതുകൊണ്ടാണ് 2ാമത്തെ വർഷം മുതൽ കൂട്ടുപലിശയും സാധാരണ പലിശയും വ്യത്യാസം വരുന്നത്. ആദ്യത്തെ വർഷം കൂട്ടുപലിശയും സാധാരണ പലിശയും തുല്യമായിരിക്കും. അത് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.